നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ബി.ജെ.പിയുടെ കേരളത്തിലെ കടിഞ്ഞാൺ ഇനി മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ. കേരളത്തിലെ ബി.ജെ.പി ഇനി നയിക്കുക രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. ഒടുവിൽ സസ്പെൻസുകൾക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖറിനെ തീരുമാനിച്ചത്. കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചതും രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ്. ഈ നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു. നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകുമെങ്കിലും നാളെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. രാജീവിനെ കൂടാതെ എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, വി. മുരളീധരൻ എന്നിവരുടെ പേരുകളും സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഉടൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കെ. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നേക്കുമെന്ന് പ്രചരിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റാകാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ മുൻപ് കേന്ദ്രത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ യുവാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്നും കേന്ദ്ര നേതൃത്വം നിലപാടെടുക്കുകയായിരുന്നു. കേരളത്തിലെ ബി.ജെ.പിയിൽ അടിമുടി മാറ്റമാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം ഇനി ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടിയാണ് മുൻ കേന്ദ്രമന്ത്രിയെ പരീക്ഷിക്കുന്നത്. കേരളത്തിൽ പാർട്ടിയിൽ ഗ്രൂപ്പിസം സജീവമാണ്. വി. മുരളീധരനും പി. കെ. കൃഷ്ണദാസും രണ്ട് പക്ഷമായി നിൽക്കുന്നു. ഇതിനൊപ്പം കെ. സുരേന്ദ്രൻ ഗ്രൂപ്പും പുതുതായി ഉണ്ടായി. ശോഭാ സുരേന്ദ്രനും ഒറ്റയാറായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമവാക്യത്തിന് അപ്പുറത്തു നിന്നൊരാളെ പരീക്ഷിക്കുകയാണ് ബി.ജെ.പി രാജീവ് ചന്ദ്രശേഖറിലൂടെ ഇനി ചെയ്യാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്ന സൂചന നേരത്തെ തന്നെ ദേശീയ നേതൃത്വം നൽകിയിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന യാത്രാ പരിപാടി രാജീവ് ചന്ദ്രശേഖർ റദ്ദാക്കിയതും ഈ സാഹചര്യത്തിലാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവേദ്കർ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു. നാടകീയതകളൊന്നുമില്ലാതെയാണ് പ്രഖ്യാപനം നടത്തിയത്. 2 മണിയോടെ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകും എന്നാണ് റിപ്പോർട്ടുകൾ. രാജീവ് മാത്രമേ പത്രിക നൽകൂ എന്നാണ് സൂചന. RSSും രാജീവിനെ അംഗീകരിച്ചു. വലിയ മാറ്റം നേതൃത്വത്തിൽ കൊണ്ടുവരാൻ രാജീവിലൂടെ കഴിയുമെന്നാണ് RSSന്റെയും പ്രതീക്ഷ. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ രാജീവിനൊപ്പം ചേർന്ന് നിൽക്കും. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വിറപ്പിക്കുന്ന മത്സരമാണ് കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. തോറ്റെങ്കിലും അതിനുശേഷം തിരുവനന്തപുരത്ത് സജീവമായി. സ്വന്തമായി വീടും വാങ്ങി. ഇതോടെ രാജീവ് തിരുവനന്തപുരത്ത് എത്തുമെന്ന സൂചനകൾ സജീവമായിരുന്നു. ഇത് ശരിവയ്ക്കും വിധമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. കർണാടകത്തിൽ നിന്നാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. കർണാടകയിൽ ബി.ജെ.പിയുടെ മുഖമായി മാറിയ രാജീവിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലേക്ക് രാഷ്ട്രീയ കളരി മാറ്റുകയായിരുന്നു. ബി.ജെ.പിയിലെ ഗ്രൂപ്പിസം തകർക്കുകയാണ് കേരളത്തിലെ ദൗത്യത്തിന്റെ പ്രധാന ഉദ്ദേശം. 5 കൊല്ലം പൂർത്തിയാക്കിയ താൻ അട്ടിമറിയിലൂടെ വീണ്ടും തുടരുമെന്ന സന്ദേശമായിരുന്നു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ. സുരേന്ദ്രൻ അണികൾക്ക് നൽകിയിരുന്നത്. ഡൽഹിയിൽ നടന്നതൊന്നും ആരും സുരേന്ദ്രനെ അറിയിച്ചില്ല. വി. മുരളീധരൻ പോലും കേരളത്തിൽ നേതൃത്വ മാറ്റത്തിന് അനുകൂലമായിരുന്നു. ഇതിനൊപ്പം RSS നേതാക്കളുടെ മനസ്സും. ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രചാരകനെ തിരിച്ചു വിളിച്ചപ്പോൾ തന്നെ പരിവാർ മനസ്സ് വ്യക്തമായിരുന്നു. കെ. സുരേന്ദ്രന് പൂർണ്ണമായും എതിരായിരുന്നു അത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിലും പരിവാർ പിന്തുണ ബി.ജെ.പിക്ക് കിട്ടിയോ എന്ന ചർച്ച സജീവമായിരുന്നു. RSS എതിർത്താൽ പിന്നെ ആർക്കും ബി.ജെ.പിയെ നയിക്കാൻ കഴിയില്ലെന്ന പൊതുതത്വം പോലും സുരേന്ദ്രന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഡൽഹിയിൽ നിന്നുള്ള സർജിക്കൽ സ്ട്രൈക്കായി രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ച കേന്ദ്ര തീരുമാനം സുരേന്ദ്രനെ ഒന്നും സുരേന്ദ്രൻ അറിയാതിരിക്കാനുള്ള കരുതലും ഡൽഹിയിലുണ്ടായിരുന്നു. കോർ കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി രാജീവ് ചന്ദ്രശേഖറുമായി പ്രകാശ് ജാവേദ്കർ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതും ഏറെ ശ്രദ്ധേയമായിരുന്നു. പദവി ഏറ്റെടുക്കാൻ സമ്മതിച്ചു. ഇതോടെ നേതാവിന്റെ കാര്യത്തിൽ തീരുമാനവുമാവുകയായിരുന്നു. രാജീവിന് നേരത്തെ തന്നെ സൂചനകൾ കിട്ടിയിരുന്നു. പക്ഷേ ആരോടും ഒന്നും പറയരുതെന്നും വിശദീകരിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2ാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. മാറുന്ന കാലത്ത് വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായാണ് ദേശീയ നേതൃത്വം രാജീവിനെ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതിലൂടെ ദേശീയ നേതൃത്വം ഒരു പൊളിച്ചെഴുത്ത് തന്നെയാണ് കേരളത്തിൽ ആഗ്രഹിക്കുന്നത്. 4 വരി സംസാരിച്ചാൽ 4 ആളെ ആകർഷിക്കും വിധം വികസന സങ്കല്പം പറയും രാജീവ് ചന്ദ്രശേഖർ. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് നേരിട്ട് കണ്ടതാണ്. മറ്റെല്ലാ പേരും മാറ്റിവെച്ച് രാജീവിലേക്ക് പാർട്ടി ദേശീയ നേതൃത്വം എത്തിയതും ഈ കാഴ്ചപ്പാടിനുള്ള മൂല്യം കണക്കാക്കിയാണ്. ശരാശരി രാഷ്ട്രീയക്കാരനപ്പുറം ആരോപണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും പവർ പോയിന്റ് പ്രസന്റേഷനാണ് രാജീവിന്റെ ശൈലി. കക്ഷി രാഷ്ട്രീയത്തിന് മീതെ മോദിയുടെ ഗ്യാരണ്ടിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടുകയായിരുന്നു പാർട്ടി ദേശീയ നേതൃത്വം.
ആ പരീക്ഷണത്തിന്റെ ആദ്യ വേദിയായിരുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം. തിരുവനന്തപുരം ലോക്സഭയിൽ ശശി തരൂരിന് വീറോടെയാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചത്. NSS വോട്ട് ബാങ്കിൽ വലിയ നുഴഞ്ഞുകയറ്റമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. NSS നേതൃത്വത്തെ കൂടെ നിർത്തിയ രാജീവ് തന്ത്രം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരുന്നു. NSSന് തിരുവനന്തപുരത്ത് സ്വന്തമായി സൈനിക സ്കൂൾ അനുവദിച്ച കേന്ദ്ര നീക്കമടക്കം അതീവ രഹസ്യമായിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ച രാജീവിനെ SNDP വോട്ടുകളെയും ചേർത്ത് നിർത്താനായി. ക്രൈസ്തവ സഭകൾക്കും രാജീവിനോട് നല്ല മതിപ്പുണ്ടായിരുന്നു. BJPയുടെ കേരള മോഹങ്ങളിൽ അതിനിർണായകമാണ് ഈ 3 വോട്ട് ബാങ്കുകളും. ഇവയിൽ സ്വാധീനം ചെലുത്താനാകുമെന്നതാണ് രാജീവിന് നിർണായകമായത്. കേരളത്തിലെ BJPയിലെ ഗ്രൂപ്പിസമാണ് മുമ്പോട്ട് പോകല് തടസ്സമെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു. ഇതാണ് രാജീവിന് തുണയായി മാറിയതും. രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ജനറൽ സെക്രട്ടറി MT രമേശ്, മുൻ പ്രസിഡന്റ് V മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരായിരുന്നു പട്ടികയിലുണ്ടായിരുന്ന മറ്റു നേതാക്കൾ. ഇവരെല്ലാം മറികടന്നാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. കോർ കമ്മിറ്റി അംഗം തുടങ്ങിയ ഉടൻ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചു. ഇത് കേട്ട് കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാർ പോലും അമ്പരന്നു. RSS നേതൃത്വത്തോടും രാജീവാകും നേതാവെന്ന സൂചന നൽകിയിരുന്നു. അവരും പച്ചക്കൊടി നൽകി. BJPക്ക് പുതിയ സംഘടനാ ജനറൽ സെക്രട്ടറിയും നൽകിയേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും തിരുവനന്തപുരത്ത് വരുന്ന 5 വർഷവും കാണുമെന്ന് പറഞ്ഞ രാജീവ് മത്സരഫലം പുറത്തു വന്നതോടെ പാർട്ടിയുമായി അകന്നിരുന്നു. 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപ് പൊതുപ്രവർത്തനം ഉപേക്ഷിക്കുന്നു എന്ന രാജീവിന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റും ചില വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പിന്നീട് സജീവമായത്. തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തം വസതി വാങ്ങിയ രാജീവ് മാസത്തിൽ 7 ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് ചെലവിടുന്നുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കിയതോടെ നേരിയ വോട്ടിന് കൈവിട്ട പാർലമെന്റ് മണ്ഡലം 2029-ൽ തിരിച്ചുപിടിക്കാമെന്നാണ് രാജീവിന്റെ കണക്കുകൂട്ടൽ. തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് രാജീവ് കളം നിറയുന്നതെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. 2026-ൽ നേമത്ത് നിന്ന് രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയും BJP നേതാക്കൾ പങ്കുവയ്ക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് തരൂരിനേക്കാൾ 21,000-ലധികം വോട്ടുകൾ രാജീവ് നേടിയിരുന്നു. ശശി തരൂർ 39,101 വോട്ട് നേടിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ 61,227 വോട്ടുകളാണ് നേമത്ത് നേടിയത്. കേരളത്തിലെ BJPക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളും സംസ്ഥാനത്ത് സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങളും രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാക്കളെ അറിയിച്ചിരുന്നു. എല്ലാ വിഭാഗത്തെയും പ്രത്യേകിച്ച് യുവജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന നേതാവ് സംസ്ഥാന അധ്യക്ഷനായി വരണമെന്ന നിലപാടിലാണ് BJP ദേശീയ നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായ മുഴുവൻ പേരെയും നേരിട്ട് കണ്ട് വോട്ടുകൾ ഉറപ്പിക്കാനാണ് പദ്ധതി. ഇതിനു മുൻപ് കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവും IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചു. എയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ MK ചന്ദ്രശേഖറിന്റെയും വല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി 1964-ൽ അഹമ്മദാബാദിലാണ് രാജീവിന്റെ ജനനം. ബിസിനസ്സുകാരനായി തിളങ്ങിയത് ബാംഗ്ലൂരിൽ. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കർമ്മമണ്ഡലം പൂർണ്ണമായി മാറുമ്പോൾ പാലക്കാട്ടെ കൊണ്ടിയൂരിലുള്ള കുടുംബമാണ് കേരളത്തിലെ തായ്വേര്. വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്ത് ആദ്യ പേജറും പിന്നെ മൊബൈലും ഇറക്കി. 1994-ൽ ഇന്ത്യൻ മാർക്കറ്റിൽ BPLലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയിൽ ആണിക്കല്ലായി. 2005-ൽ ജുപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച ബിസിനസ് ലോകം വലുതാക്കി. രാജ്യം അറിയുന്ന ബിസിനസ്സുകാരുടെ രാഷ്ട്രീയ പ്രവേശവും വളർച്ചയും പെട്ടെന്നായിരുന്നു. 2006 മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി 3 തവണ രാജ്യസഭയിലെത്തി. 2021-ലാണ് കേന്ദ്ര സഹമന്ത്രിയായത്.